ഹായ് സുഹൃത്തുക്കളെ, ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്ന. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ വരും, ക്ഷമിക്കണം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് സത്യഭാമയെക്കുറിച്ച്. കലാമണ്ഡലം. ഞാൻ സത്യഭാമയാണ്. എന്നെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അനുഭവിപ്പിക്കും. ഞാൻ അത്രയും നല്ലവളാണ്. ഞാൻ സൗന്ദര്യവതിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാനൊരു കലാകാരിയാണ്. എനിക്കെന്തും പറയാം, പക്ഷേ ബാക്കിയുള്ളവർക്ക് പറയാൻ പാടില്ല എന്ന ഒരു ചിന്താഗതിയുള്ള ഒരു സ്ത്രീയാണ്. പാവം ഒരു പെൺകുട്ടി. നമ്മുടെ മറിമായം സീരിയൽ അറിയാവൂ? ആ സീരിയലിലെ സ്നേഹ എന്ന് പറഞ്ഞ ഒരു നടി. ആ പെൺകുട്ടി പറഞ്ഞു, സത്യഭാമ നമ്മുടെ കലാഭവൻ മണിച്ചേട്ടൻ്റെ അനിയൻ RL രാധാകൃഷ്ണനെ കളിയാക്കിയപ്പോൾ പറഞ്ഞു, ഇവർക്ക് പറയാൻ, ഈ സ്ത്രീക്ക് പറയാൻ എന്ത് യോഗ്യതയെന്ന് ചോദിച്ചു. അതവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരിപ്പം വന്നേക്കുകയാണ്. എന്നെ പറഞ്ഞ ഒരു മാസം ആവുന്നതിന് മുമ്പേ അവളെ ഭർത്താവ് പീഡന കേസിലായി. കണ്ടോ? അതെൻ്റെ സത്യം കൊണ്ടാണ്. നിങ്ങൾ അത് മനസ്സിലാക്കണം. ഓരോരുത്തരും മനസ്സിലാക്കണം. ഞാൻ സത്യഭാമയാണ്. ഞാൻ പറയും. പിന്നെ അവൾ ഉരുണ്ട് കവിളൂതിയിരിക്കുന്നു. ഇവൾക്ക് അഭിനയിക്കറിയാം, ഇവളാണോ കലാകാരി എന്നൊക്കെ പറഞ്ഞ് ആ പെൺകുട്ടി അങ്ങ് ആക്ഷേപിക്കുന്നു. അല്ല, ഈ സത്യഭാമയെക്കുറിച്ച് ഞാനൊന്ന് ചോദിക്കട്ടെ. ഇവർ മൊത്തം മേക്കപ്പും ചെയ്ത് ഒരു വലിയ പൊട്ടുപൊട്ട് ഡൈയും അടിച്ച് വന്നിരിക്കുന്ന സ്ത്രീയല്ലേ? അവർക്ക് 1067 വയസ്സുണ്ടെന്ന് തോന്നുന്നു. അവരാണ് ഈ പെൺകുട്ടിയെ കുറ്റം പറയുന്നത്. ആലോചിച്ച് നോക്കും. ഇവരെ കണ്ടാൽ എങ്ങനെ ഇരിക്കുന്നു? അത്ര വല്ല സുന്ദരിയാണോ? അല്ല സുന്ദരി കോതയാണോ? ഇപ്പോഴും 16 വയസ്സെന്ന് പറഞ്ഞാണ് ആ സ്ത്രീ ഇരിക്കുന്നത്. ഒരു മര്യാദ വേണ്ടി സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ വേണ്ടി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓരോരുത്തരെ പറയുക. അത് വലിയ മോശമല്ലേ? പ്രായമായി ഒന്നൊതുങ്ങണ്ടേ? ആരെ എന്തും പറയാം. ഞാൻ സത്യഭാമ, കലാമണ്ഡലം സത്യഭാമയാണ്, എനിക്ക് എന്തും പറയാം എന്നുള്ള ഒരു വിചാരം. ആ വിചാരം അങ്ങ് കൈവച്ചാൽ പോരെ? ഇപ്പോഴത്തെ പെൺകുട്ടികളെയൊക്കെ സത്യഭാമ അമ്മയെ ചൊറിഞ്ഞാൽ അവർ നിങ്ങളെ മാന്തും. നിങ്ങൾ ചൊറിയാൻ ചെന്നാൽ അവർ മാന്തും. അത് നിങ്ങളൊന്ന് വിചാരിക്കുക. കുറച്ച് പ്രായമൊക്കെ ആയി, കുറച്ച് കുട്ടികളെയൊക്കെ ഡാൻസൊക്കെ പഠിപ്പിച്ച് അവരെയൊക്കെ നല്ല രീതി പറഞ്ഞു കൊടുത്ത് വേണം വിടാനുള്ളത്. നിങ്ങളെടുത്ത് ഡാൻസ് പഠിപ്പിക്കാൻ പറഞ്ഞു വിടുന്ന വീട്ടുകാരെ സമ്മതിച്ചു കൊടുക്കണം. നിങ്ങൾ ഈ സ്വഭാവം ആ കുഞ്ഞുങ്ങൾക്ക് വന്നില്ലെങ്കിലേ ഉള്ളൂ. നിങ്ങൾ ഇത്രയും രീതിയിലാണ് പെരുമാറുന്നത്. ഓരോരുത്തർ പറയുന്ന കേട്ടില്ല, അതിൻ്റെ ആ സ്നേഹയുടെ മോന്ത വീർത്തിരിക്കുന്നു. ആ കുട്ടിക്ക് എന്താ സൗന്ദര്യത്തിന് എന്താ കുറവ്? അവളെ കാണാൻ എന്ത് ഭംഗിയാണ്. നിങ്ങൾക്ക് കണ്ടപ്പോൾ എന്താ തോന്നുന്നു? നിങ്ങളുടെ കണ്ണിൽ തിമിരമാണ്. നിങ്ങൾ അത്ര വലിയ സുന്ദരിയൊന്നുമല്ല. നിങ്ങൾ അത്രയും വലിയ സുന്ദരിയല്ല. നിങ്ങൾ ആ മുഖം കഴുകി ഒന്ന് മേക്കപ്പൊക്കെ ഒന്ന് അഴിച്ചു വെച്ച് നിങ്ങൾ ആരെ പോലെ ഇരിക്കുമെന്ന് കാണാമെന്നറിയാമോ? എല്ലാത്തിനും ഒരു മര്യാദ വേണം. കുറച്ച് പ്രായവും പക്വതയൊക്കെ ആയില്ലേ? പക്വതയൊക്കെ ആകുമ്പോൾ ഒന്ന് ചിന്തിക്കണം. കുറച്ച് പ്രായമുള്ളവരാണ് കുറച്ച് വിവരമുള്ളതെന്ന് പറയും. കൊച്ചുങ്ങളാകുമ്പം വിവരക്കേട് പറഞ്ഞെന്നെങ്കിലും പറയാം. ഇത് കുറച്ച് പ്രായമുള്ള സ്ത്രീയല്ലേ? നിങ്ങൾ കുറച്ച് പക്വതയൊക്കെ വേണ്ടേ? ഞാൻ ആരെയും എന്തും പറയും, ഇരുന്ന് പച്ചയ്ക്ക് പറയാം എന്നുള്ള ഒരു വിചാരം. എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് പൈസ വേണ്ട, ഞാൻ പൈസയ്ക്കല്ല ചെയ്യുന്നത് എന്നൊക്കെ തള്ളുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. പിന്നെ അങ്ങനെയാണെങ്കിൽ ചെയ്യണ്ടല്ലോ, വീഡിയോകളൊന്നും ചെയ്യണ്ടല്ലോ. എന്തിനാ വയസ്സുകാലത്ത് ഇത്രയും വലിയ തള്ളുന്നത്? എന്തായാലും എൻ്റെ സത്യഭാമ അമ്മ കുറച്ചൊന്ന് പൊടിക്കൈക്ക് അടങ്ങും. നിങ്ങൾ ഇപ്പോഴത്തെ പിള്ളേരടുത്ത് ചെന്ന് പെട്ടാൽ ഒരു രക്ഷയില്ല. അവർ നല്ലത് പറയും, നിങ്ങൾ പറയുന്നതിൻ്റെ ഡബിൾ അവർ പറയും. പിന്നെ സത്യഭാമ അമ്മയ്ക്ക് താങ്ങാൻ പറ്റത്തില്ല. ഒരു പ്രായം കൂടെ നിൽക്കുന്നവരൊക്കെ പറയും, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയും, വീഡിയോ വൈറലാവും, എല്ലാവരും വീഡിയോ ചെയ്യും, അപ്പം സത്യഭാമ അമ്മയുടെ വീഡിയോ കാണും എന്നും പറയുന്നത് കേട്ട് എല്ലാവരെയും പറയാൻ പോയി എല്ലാവരും വലിച്ചു കീറും. ഈ പഠിക്കാൻ വരുന്ന കുഞ്ഞുങ്ങളെ വീട്ടുകാരും ആയിരിക്കും, വേണ്ട ഇവർക്ക് സുഖമില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു, തലയ്ക്ക് വല്ല സുഖമില്ലാത്തതായിരിക്കും, വേണ്ട ഇനി വിടണ്ടെന്ന്. അതുകൊണ്ട് പ്രായമൊക്കെ ആയാലും ഒതുങ്ങ്, ഒരു പൊട്ടിക്കൊന്ന് ഒതുങ്ങ് സത്യഭാമ അമ്മേ. അവരെ ജീവിതത്തിൽ കേസോ എന്തോ ഒക്കെ ആയിട്ട് അത് അവർ കോടതിയായിട്ട് അത് സത്യം പിന്നെ തെളിഞ്ഞോളും. അതിൻ്റെ ഇടയിൽ സത്യഭാമയമ്മയെ പറഞ്ഞവർക്കെല്ലാം കിട്ടിയെന്നപ്പോൾ സത്യഭാമയമ്മയ്ക്ക് വീഡിയോ ചെയ്തവർക്കെല്ലാം കിട്ടിയോ? അത് ഓരോന്നോരോന്നായിട്ട് വീഡിയോ ഇടണേ കേട്ടോ. എൻ്റെ പൊന്ന് തള്ളേ, ഒന്ന് അടങ്ങിക്കൂടെ? വയസ്സുകാലത്ത് ഒന്ന് അടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ? എന്തിനാ കൊച്ചു പിള്ളേരെയൊക്കെ വായിത്തോന്ന് പറയാൻ പോകുന്നത്? എന്തിനാ ചൊറിയാൻ പോകുന്നത്? ഒരു പൊട്ടും തൊട്ട് ഇങ്ങനെ വന്നിരുന്നു, ഞാൻ സത്യഭാമയാണ്, എന്നെ തൊട്ട് കളിച്ചാൽ ഇവിടെ വല്ലതും സംഭവിക്കും എന്ന് പറഞ്ഞ് പേടിപ്പിക്കല്ലേ. ഞങ്ങളാരും പേടിക്കില്ല. എന്തായാലും നിങ്ങൾ പെട്ടെന്ന് ആശുപത്രി കാണിക്കുക, മരുന്ന് മേടിച്ച് കഴിക്കുക, പെട്ടെന്ന് അസുഖം ഭേദമാവും കേട്ടോ. സത്യഭാമ അമ്മ, കലാമണ്ഡലം സത്യഭാമ അമ്മയ്ക്ക് പ്രണാമം കേട്ടോ.
എന്തായാലും ആ കുട്ടിയെ വെറുതെ വിട്. എന്തിനാ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇങ്ങനെ അടി മേടിക്കുന്ന? എന്തായാലും ഞാൻ എൻ്റെ വീഡിയോ നിർത്തി. എന്തായാലും എന്നെ പൊങ്കാലയിടാൻ വരല്ലേ. എന്തായാലും ആ പെൺകുട്ടീനെ അങ്ങനെ പറഞ്ഞത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് സ്നേഹേന് കവിള് ഊതിയിരിക്കുന്നു, തടിച്ചിരിക്കുന്നു. അല്ല, ഇവർ വലിയ മഹാലക്ഷ്മി എങ്ങനെയാണ്? അല്ല, അത് കേട്ടപ്പോൾ സ്ത്രീയായ ഒരു പെണ്ണ്, ഞാൻ ഒരു സ്ത്രീ ആയ ഒരു അമ്മ, അല്ലെങ്കിൽ ഞാൻ ഒരു അമ്മയാണ്. ആ അമ്മയ്ക്ക് ആ മനസ്സൊന്ന് നൊന്തു, അത്രേ ഉള്ളൂ. ആ മനസ്സ് നൊന്തു. ആ പെൺകുട്ടി അങ്ങനെ പറഞ്ഞു. ഞാനും ഒരു സ്ത്രീയാണ്. എൻ്റെ മക്കളെയോ നാളെ എന്നെയോ പറഞ്ഞാലും നമുക്കത് വിഷമം വരും. എനിക്ക് തോന്നിയിട്ട് അവൾ നല്ല സുന്ദരി പെൺകുട്ടിയെ, കാണാനും നല്ല സൗന്ദര്യമുണ്ട്. നിങ്ങളെ കണ്ടിട്ട് എന്തോ പോലെയായിരിക്കുന്ന. നിങ്ങളെ കഴിയും. എന്തായാലും അവൾ തന്നെ സുന്ദരി. എന്തായാലും ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. സത്യഭാമ അമ്മയ്ക്ക് വണക്കം. ഇനിയെങ്കിലും ചൊറിയാൻ പോവരുത്. എല്ലാവരും കൂടി കയറി സത്യഭാമ അമ്മയെ മാന്തും. ബൈ ബൈ സത്യഭാമ അമ്മ. പിന്നെ കാണാം കേട്ടോ.